ക്വസ്റ്റ്യൻ 1. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? ഓപ്ഷൻ ബി സവർണ ജാഥ. ക്വസ്റ്റ്യൻ 2. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ക്വസ്റ്റ്യൻ 3. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ഓപ്ഷൻ സി 1917. ക്വസ്റ്റ്യൻ 4. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടീസ്. ക്വസ്റ്റ്യൻ 5. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം. ക്വസ്റ്റ്യൻ 6. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ ബി അന്റോണിയോ ഗൂട്ടറസ്. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം? ഓപ്ഷൻ ഡി നാസ്ക. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം? ഓപ്ഷൻ എ ലോക്ടക്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രൂവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്? ഓപ്ഷൻ സി പശ്ചിമവാതകങ്ങൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആഗ്നേയശിലകൾ. കേരളത്തിലെ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം? ഓപ്ഷൻ ഡി കുണ്ടറ. ക്വസ്റ്റ്യൻ 12. മോഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം? ഓപ്ഷൻ സി യമൻ. ക്വസ്റ്റ്യൻ 13. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1982. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ക്ഷീരോത്പാദനം. ക്വസ്റ്റ്യൻ 15. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ എ 4ാം പഞ്ചവത്സര പദ്ധതി. ക്വസ്റ്റ്യൻ 16. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. 1991 ഉദാരവൽക്കരണ നയങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ക്വസ്റ്റ്യൻ 16. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആര്? ഓപ്ഷൻ ബി സഞ്ജയ് മൽഹോത്ര. ക്വസ്റ്റ്യൻ 19. 2024 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ഓപ്ഷൻ എ ഇസ്രായേൽ.